നമസ്തേ. ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഞാൻ വിശ്വനാഥൻ ഗുരുകുലം, മായങ്കാവ് ദേവസ്ഥാന കളരി. ഇന്നു മുതൽ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ പുണ്യപുരാണത്തിൻ്റെ പാരായണവും വിവർത്തനവും ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് ഭക്തരുടെ ആവശ്യപ്രകാരം ശ്രീ വിഷ്ണുമായ പുണ്യപുരാണത്തിൻ്റെ പാരായണവും വിവർത്തനവും ഭക്തജനങ്ങൾക്ക് ആവശ്യകത ഏറിയത് കൊണ്ട് തന്നെ അവരുടെ ആവശ്യപ്രകാരം ശ്രീ സതീഷ് മായങ്കാവ് പാരായണം ചെയ്യുന്നതാണ്. അതുപോലെ അത് വിവർത്തനം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ആ മഹാപ്രഭുവിൻ്റെ കഥ, യഥാർത്ഥമായ കഥയെ തിരിച്ചറിയുവാനും ആ മഹാശക്തിയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടുവാനുമാണ് ഈ പുരാണ പാരായണം ആരംഭിക്കുന്നത് തന്നെ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന കഥകളാണ് ശ്രീ വിഷ്ണുമായയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതിനൊരു മാറ്റം തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്. ആ മഹാപ്രഭുവിനെ കുറിച്ച് എന്താണ്, ആരാണ്, എങ്ങനെയാണ് എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു അവസരമായി നിങ്ങളിത് കരുതണം. ചിത്തവർത്തിഹി ചാത്തഹ എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ചിത്തത്തിൽ വർത്തിക്കുന്നതാണ് ശ്രീ വിഷ്ണുമായ. നമ്മുടെ മനസ്സ് തന്നെയാണ് സ്വാമി. നമ്മുടെ ഓരോ നല്ല ചിന്തകളും ചീത്ത ചിന്തകളും എല്ലാം സ്വാമി തന്നെയാണ്. നമ്മുടെ ഓരോ വാക്കും സ്വാമിയാണ്. നമ്മുടെ ഓജസ്സും തേജസ്സും ഇനിയെല്ലാം തന്നെ സ്വാമി തന്നെയാണ്. മാറ്റങ്ങളുടെ അടിസ്ഥാന ദേവതയാണ് സ്വാമി. നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ഭൗതിക ജീവിതത്തിൽ മനസ്സമാധാനം എന്നുള്ളത് പ്രധാന ഘടകമാണ്. ഇന്ന് എല്ലാവരും വളരെ ദുഃഖിതരാണ്, പല കാരണങ്ങളെ കൊണ്ട്. ആ ദുഃഖത്തിന് മോചനമേകാനായിട്ട് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം തന്നെ വേണം എന്നുള്ളൊരു അവസ്ഥാവിശേഷമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ആ മഹാപ്രഭുവിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു കഥ ആവിഷ്കരണം തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും അറിയേണ്ടതാണ്. അതിനുവേണ്ടി തന്നെയാണ് ശ്രീ വിഷ്ണുമായ പുണ്യപുരാണ രചന ഉണ്ടായിരിക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നു മുതൽ അതിനുള്ള അവസരം നൽകുകയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.